15ാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമുണ്ട്. ഇനി സഭ ചേരില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു വിമർശനമുണ്ട് പ്രതിപക്ഷത്തിന് നേരെ. കേരളത്തിൽ നടന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തോട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ പ്രതിപക്ഷം എന്നും. ഈ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിലുണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്, അത് കാണാം. ഏത് വികസന പരിപാടിക്കാണ് ഞങ്ങൾ സഹകരിക്കാത്തത്? അതുകൂടി പറയാൻ ഞങ്ങൾ ആകെ ശക്തിയായി എതിർത്ത ഒരു പദ്ധതി ഏതാ? കേരയിൽ. അത് പോയില്ലേ? നടന്നില്ലല്ലോ. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. ഇതിനു മുമ്പും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങളുടെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ ഇതിനെയും പറയാം. കേരളത്തിൽ ആരംഭിക്കുന്ന എല്ലാ വികസന പദ്ധതികളെയും, വമ്പൻ പദ്ധതികളെ എല്ലാം പ്രതിപക്ഷം എതിർത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ എതിർത്തിരുന്നു. എന്താണ് തെളിവ് എന്നല്ലേ? അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനങ്ങളുടെ ചില ഭാഗങ്ങൾ കേൾക്കാം. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട്, അതിനൊക്കെ ഞങ്ങൾ എതിർത്തു. വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരു ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം സഹകരിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഇവിടെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു വികസന പദ്ധതിയെയും എതിർത്തിട്ടില്ല എന്ന പാച്ച കള്ളം തട്ടിവിടുന്നത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഏതാണ്ട് എല്ലാ പദ്ധതികളെയും എതിർത്തിരുന്നു പ്രതിപക്ഷം എന്ന് വ്യക്തമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി. അത് നവകേരള സർവേ ഹൈക്കോടതി തടഞ്ഞപ്പോൾ വലിയ ആഘോഷം നടത്തിയ പ്രതിപക്ഷം ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ എന്തു പറയുന്നു എന്നായിരുന്നു ചോദ്യം. അതിന് ഉരുണ്ട് കളിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും നാം കണ്ടു. സുപ്രീം കോടതി വിധി പറഞ്ഞാലും ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. SITയുടെ അന്വേഷണം, ആ അന്വേഷണത്തെ തള്ളിപ്പറയുന്നു എന്ന് വെച്ചാൽ പരോക്ഷമായി തള്ളുന്നത് ഹൈക്കോടതിയെയാണ്. ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നു. അക്കാര്യം ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയെയും തള്ളിപ്പറയുന്ന വി.ഡി. സതീശൻ. അതും കൂടി കേൾക്കാം. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമാണ്. സർക്കാരിന്റെ പണം, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. അല്ല, അത് ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ അവിടെ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. കാരണം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത് എന്ത് രേഖയാ? CPMന്റെ സർക്കുലറാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്ന ആരാ? പൈസ കൊടുക്കുന്നത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്തു വന്നില്ലേ? തുടർ ഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMന്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചെലവാക്കിക്കോ. നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ച് തുടർ ഭരണം ഉറപ്പാക്കാൻ വരണ്ട. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. നിലപാടില്ലായ്മ എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്, പ്രതിപക്ഷത്തിന്റെ UDFന്റെ നിലപാട് എന്ന് ഒന്നുകൂടി വിളിച്ചു പറയുന്നതാണ് വി.ഡി. സതീശന്റെ ഈ വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടി.